ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിലെത്തി, ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങുന്നു. മഴ മാറിയെങ്കിലും ഒരു മഴ കോളിൽ കിടക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞു. 5 മണി വരെ ഉള്ളൂ. അതായത് ഇവിടുത്തെ റോക്ക് ഫോർട്ട്, ഏറ്റവും പ്രധാനം ദിണ്ടിഗലിലെ റോക്ക് ഫോർട്ടാണ്. ഏറ്റവും നടുക്ക് ഭാഗത്തായിട്ട് ഒരുപാട് ചരിത്രം ഇറങ്ങി കിടക്കുന്ന ഒരു സ്മാരകം പോലെയാണ് ആ റോക്ക് ഫോർട്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. ഈ മഴ ആയതുകൊണ്ട് എങ്ങനെയാണ് പൊസിഷൻ എന്നറിയില്ല. 5 മണി വരെ ഉള്ളൂ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ ദിണ്ടിഗൽ റോക്ക് ഫോർട്ടിൻ്റെ എൻട്രൻസ് കടന്ന് അകത്തോട്ട് പോകണം. കയറുന്ന ഭാഗത്തിന് റൈറ്റ് സൈഡിലായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പോകണം. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്, പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റാണ്. കടമയുള്ള ഫോർട്ട്, ഇതായത് താഴെ ഒരു മതിൽക്കെട്ട് പോലെയുണ്ട്, പ്ലസ് മുകളിലൊരു വലിയൊരു കോട്ടയാണ്. ഇഷ്ടം പോലെ ആട്ടിൻകുട്ടികളുണ്ടല്ലോ. വളരെ നിരാശാകരമായ ഒരു കാര്യമായിപ്പോയി. അതായത് ഇവിടെ വന്നപ്പോൾ ഇപ്പം സമയമൊന്നും ആയിട്ടില്ല, 4 മണിക്കകത്തേ ആയിട്ടുള്ളൂ. ബട്ട് 3:45 3:30 അവർ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞു. അതായത് 1.5 മണിക്കൂർ മുകളിൽ കയറി കാണാനും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 5 മണിക്ക് ഇവർക്ക് താഴെ ഇറക്കും എല്ലാവരും. അപ്പോൾ ലാസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒരു 3:30. അത് കഴിഞ്ഞാൽ കയറ്റിവിടില്ല. ഒറ്റൊരു സാരമില്ല, നമുക്ക് നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 o'clock. പക്ഷേ 1.5 hours പ്രയറായിട്ട് നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനുള്ളൊരു സമയം വേണമല്ലോ, അതാ പ്രശ്നം. ഇവിടെ പഴയ ടെമ്പിൾസ്. ഇത് പക്ഷേ ആപ്റ്റ് ടൈമായിരുന്നു ആക്ച്വലി. മഴയൊക്കെ പെയ്തിങ്ങനെ നല്ല കൂളായിട്ട്, പിന്നെ നല്ല മഴയാണെങ്കിലും കയറ്റിവിടില്ല. പക്ഷേ ഇതൊരു നല്ല എക്സലൻറ്റ് ടൈമിംഗ് ആയിരുന്നു. ഇവിടം വരെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് എക്സ്റ്റീരിയർ നോക്കിക്കോളൂ. പാറയുടെ അത് ഏറ്റവും മുകളിലായിട്ടൊരു വലിയ ഫോർട്ടുണ്ട്, ചുറ്റും. ദാറ്റ് ഈസ് ദ ഹോൾ പാറ. ഈ മൗണ്ടൻ ഇതിൻ്റെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് മുകളിലൊരു വലിയ കോട്ട, താഴെയും ഒരു കോട്ട പോലെ അത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചരിത്രം ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പറയാനും കാണാനും ധാരാളമുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ, ഇറ്റ് വാസ് എ ബിഗ് ഫോർട്ട്. ഒരു ഫോർട്രസ് ആയിരുന്നു, ഒരു ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു കുറേ രാജാക്കന്മാരുടെ കാലത്ത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1947 ആ സമയം വരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ടുവേർഡ്സ് എൻഡ് തുടങ്ങുന്നത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ അതായത് 1st century AD ഓൺവേർഡ്സ് ദിണ്ടിഗലിനെ കുറിച്ച് ചരിത്രം പറയാനുണ്ട്. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മധുരൈ നായ്ക്കരുടെ പീരീഡിലാണ് ഇവിടെ വലിയ സ്ട്രോങ് ഹോൾഡാക്കി കോട്ടയെല്ലാം കെട്ടി. ഇതൊരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ദിണ്ടിഗൽ എന്ന് പറയുന്ന പഴയ കാലത്ത് ചോള, ചേര, പാണ്ഡ്യ രാജാക്കൻ 3 രാജ്യങ്ങളുണ്ടല്ലോ, 3 കിങ്ഡംസ്, അതിൻ്റെ എല്ലാം ബോർഡറായിരുന്നു ദിണ്ടിഗൽ. അപ്പോൾ എപ്പോഴും ടഗ് ഓഫ് വാറാണ്. ഇത് ആരുടെ കയ്യിലിരിക്കുന്നു, അത് പവർഫുൾ ആയിട്ടുള്ളവരുടെ കയ്യിലായിരിക്കും. അത് അങ്ങനെ. ഇവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ, അമ്മൻ. ഇതെല്ലാം അടച്ചിരിക്കുക ഈ ടൈമിൽ. നല്ല പൗരാണികമായ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ പെയിൻ്റൊക്കെ കുറച്ച് പോയിന്നേ ഉള്ളൂ. ഇത് പണ്ട് പെയിൻറ്റ് അങ്ങനത്തെ അല്ല, കണ്ടാലറിയാം. പിൽക്കാലത്ത് പെയിൻ്റൊക്കെ അടിച്ചിങ്ങനെ ആക്കിയതാണ്. ഇപ്പോൾ ഫെയ്ഡായിരിക്കുന്നു. പക്ഷേ ഇറ്റ് ഇസ് എ വെരി ഫേമസ് ടെമ്പിൾ ഈ ഭാഗത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നടന്ന് നമുക്ക് ഇതിൻ്റെ തൊട്ട് വെളിയിലൊരു മാർക്കറ്റ് ഏരിയ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഏരിയയിലേക്ക് കയറുന്നു. ഇതാ ഫോർട്ടിൻ്റെ ആ തുടക്കത്തിൽ ആ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇഷ്ടം പോലെ കന്നുകാലികളുണ്ട് റോഡ് കംപ്ലീറ്റ്. പശു, കുട്ടികൾ, കോളിഫ്ലവർ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സംസാരിക്കേണ്ട. 1 കിലോ 40 അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. മൈക്ക് അനൗൺസ്മെൻറ്റ്. 1 കിലോ 40 ഗ്രേപ്സ്. ഓക്കെ. 50. ഇത് 50. ഓക്കെ. ഇത് 70. ഓക്കെ. 70, 50, 40 പല ഗ്രേഡ് അനുസരിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതിങ്ങനെ നമ്മൾ വെറുതെ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ആണെന്ന്, മഴ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ അടച്ചു കൂട്ടിയൊക്കെ പോയി. നാരങ്ങ കുറേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക്കൽ മാർക്കറ്റ് എന്ന് നമ്മൾ പറയില്ലേ, ഇവിടുത്തെ പ്രാദേശികമായ മാർക്കറ്റ്. കുറേ മഴ പെയ്ത് ഇതെല്ലാം ഒരു ചെയറായി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെളിയിലിരിക്കുന്ന കുറേ വെൻറ്റേഴ്സാണ് ഇവിടെ റോഡ് സൈഡിലെല്ലാം. ഉള്ളി, സവാള, ചെറിയ ഉള്ളി എല്ലാവരും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. റെക്കോർഡഡ് മെസ്സേജ്. 100 പലതരം ഫ്രൂട്ട്സ്. പുതിനയൊക്കെ എന്ത് ഫ്രഷാണ് നോക്കി. നൈസ് ഫ്രഷ്. നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. പുതിന ഉണ്ട് വീട്ടിൽ, നമ്മുടെ പോളീസ് ഗാർഡനിൽ. പക്ഷെ നല്ല നൈസ് പുതിന, മല്ലിയില എല്ലാം. ഇതൊക്കെ എന്നാ വില? 50. ഇത്രേ ഉള്ളൂ? ഒരു കെട്ടിന് 50 രൂപയുള്ളൂ. ലാഭം, നല്ലത്. നൈസ്. ഇപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്താൽ ഈ കുട്ടത്തി ഷേപ്പിലുള്ള കൊച്ചു കത്തിരിക്ക. ഇവർക്കിവിടെ ഓരോ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്
ഇഷ്ടം പോലെ ഇങ്ങനത്തെ കത്തിരിക്ക ഇവിടെ യൂസ് ചെയ്യണം കൂടുതലും. നല്ലതല്ലേ? കുറേ ടൊമാറ്റോ. കിലോ എന്നാ വില ടൊമാറ്റോ? 30 രൂപ. ഓ അത്രേ ഉള്ളൂ. 30 റുപ്പീസ് ഉള്ളി ടൊമാറ്റോ. കത്തിരിക്ക ഇത് 20. ടൊമാറ്റോ 30, ഇത് 30. കത്തിരിക്ക ഓ ടൊമാറ്റോ 20 ഉള്ളോ? ഓക്കെ. കത്തിരിക്ക 30. ഓക്കെ. ഉള്ളി 20. ടൊമാറ്റോ ഉള്ളി 20 കേട്ടല്ലോ. അവർ പറഞ്ഞാണ് 1 കിലോയ്ക്ക് വെറും 20 രൂപ മാത്രം. അത്ര ലാഭമാണ് ഇവിടെ പച്ചക്കറി. 30 രൂപ കത്തിരിക്ക 1 കിലോ. ഈ റോഡിൻ്റെ 2 സൈഡിലും സ്ട്രീറ്റ് വെൻഡേഴ്സാണ്. അവരെല്ലാം ആ സൈഡിൽ അവരുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ. മഴയാണെങ്കിലും അവരവിടെ തന്നെ ഉണ്ട്. കുറച്ച് നേരം അടച്ചിട്ടിട്ട്. ഇത് ശരിക്കും മാർക്കറ്റ് ഏരിയ ആണ്. ഇങ്ങനെ മുറികൾ പോലെ തിരിച്ചിട്ടുണ്ട്. അതെല്ലാം അടച്ചു കഴിഞ്ഞു. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. അതിനൊരു ടൈമിംഗ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കിട്ടുന്നത്. ഇത് കണ്ടോ എന്തെല്ലാം നല്ല വെജിറ്റബിൾസ്. പീച്ചങ്ങ, റാഡിഷ്. വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ടോ കറക്റ്റായിട്ട്? ക്ലിയറൻസ്. റാഡിഷ്, പച്ചമാങ്ങ. ഇതും കത്തിരിക്ക തന്നെ. വഴുതനങ്ങ ചെറിയ ടൈപ്പ്. അതെ ഭയങ്കര ക്യൂട്ട്. ഇതൊക്കെ എന്നാ വില കിലോ? 40. ഇത് 40. ഇത് 30. 20. ഇത് 20 രൂപയുള്ളൂ. വെളിയിൽ 30. ഇവിടെ വന്നപ്പോൾ 20. ഇത് 40 റുപ്പീസ്. ഇതും വഴുതനങ്ങ ചെറുത് അല്ലേ? നല്ലായിരിക്കും. ഇതെല്ലാം എന്നെ കുക്ക് ചെയ്യും. സാമ്പാർ അല്ലാതെ പൊരിയൽ, എണ്ണക്കുളമ്പെല്ലാം ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. കത്തിരിക്ക കുളമ്പെല്ലാം ഉണ്ടാക്കാൻ നല്ലത്. കത്തിരിക്ക അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യാൻ ആൾക്ക് വണ്ടി വരുന്നുണ്ട് കേട്ടോ. നല്ല അതെല്ലാം പെർഫെക്റ്റ് ഇൻ ഓർഡറാണ്. ഇപ്പോൾ മെയിൻ കടകളെല്ലാം അടച്ചിരിക്കുന്നു. എല്ലാം ഹോൾസെയിൽ കടാസാണ്. വെളിയിലിരിക്കുന്ന വെൻറ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് 2 സൈഡിലും. മഴ വന്നതിൻ്റെ ഒരു ആഘാതം കണ്ടല്ലോ. ഫുൾ ചെളി പോലെയായി. ചേറ് കൊണ്ട് നിറഞ്ഞു. ഇവരെല്ലാം വിൽക്കാനായിട്ട് ഇരിക്കുന്നു ഹോൾസെയിൽ കടക്കാർ. അവർ നോക്കുകയാണ് ഞാൻ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, പ്രാദേശികമായ കാര്യം. ഇതൊരു വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോയാലും രക്ഷയില്ല. അതേ നോക്കൂ, റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു, വെള്ളമൊക്കെ വീണ്. ബീട്രൂട്ട് ബീട്രൂട്ട് 1 കിലോ 60 രൂപ. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പോകുന്നു ഞാൻ. നാളെ ഞാൻ എന്തായാലും പോകുമല്ലോ. 40 ഒരു എടുക്കും. 1 kg വേണം. ഹാഫ് kgക്ക് 20 രൂപയുള്ളൂ. ചെറിയ വഴുതനങ്ങ നല്ല രസമുണ്ട്. അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. മെഴുക്കുവരട്ടി വെച്ചാലും നല്ലതായിരിക്കും. ഇത്രയും ഉണ്ടോ 1 കിലോ? കുറച്ച് കൂടുതലാണ് തരുന്നത്. വേറെ എന്തെങ്കിലും? ഓക്കെ. 1 kg 20 റുപ്പീസാ? അത്രേ ഉള്ളൂ. 1 കിലോ ക്യാരറ്റ് 20 രൂപയുള്ളൂ. ഇരിക്കത്തില്ല. വെറുതെ കിട്ടുന്ന പോലെയാണ് സത്യം പറഞ്ഞപ്പോൾ. ഓൺലി 20 റുപ്പീസ് 1 kg. ഓക്കെ. ഒരു വഴിക്ക് പോവല്ലേ, അപ്പം മേടിച്ചിട്ടങ്ങ് പോവാം. ഓക്കെ. 1 kgക്ക് ഇനിയും കയറുന്നു. ഓ നോ, ഇത്രയും കിട്ടി. ചീത്ത ആവില്ല. നാളെ രാത്രി ആകുമ്പോൾ ഞാൻ തിരിച്ചു വാങ്ങാം. 40 റുപ്പീസ് 1 കിലോ. അപ്പോൾ അത് വാങ്ങാം. റാഡിഷ് എന്നെ വില 20. അത് 20. റാഡിഷിന് അയ്യോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. 1 കിലോയ്ക്ക് 20 ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, 1 കിലോ റാഡിഷിനാണോ 20? മൈ ഗോഡ്. 1 കിലോ റാഡിഷ്. ഇത് പൂച്ചന് വലിയ ഇഷ്ടമാണ്. റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. സലാഡ് പോലെ കൊടുത്താലും ഇഷ്ടമാണ്. വെറും 20 രൂപ. എനിക്ക് വയ്യ. ഇത് കൊടൈക്കനാലിൻ്റെ അടുത്താണ് ഈ സ്ഥലം. ദിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗം എന്ന് പറയാം. ഇത് ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോഴാണ് കൊടൈക്കനാലൊക്കെ ആവുന്നത്. അവിടെ എല്ലാം ഇങ്ങനത്തെ കൃഷിയുണ്ടല്ലോ. ഊട്ടി സ്റ്റൈലാണ്. ക്യാരറ്റ്, ക്യാബേജ്, റാഡിഷ്. കേരള ബീട്രൂട്ട് ഹാഫ് kg 20 റുപ്പീസ് അല്ലേ? കിലോ 30. അര കിലോ 30. ബീട്രൂട്ട് 1/2 കിലോ 30. ഓക്കെ. 60 റുപ്പീസാണ് കിലോ. ബീട്രൂട്ടാണ് 60 രൂപ. ഊട്ടി സ്പെഷ്യൽ ഊട്ടി ബീട്രൂട്ട്. ഓക്കെ. പോയിട്ട് 130 രൂപ. ഓക്കെ. ടോട്ടൽ ഇത്രയും വെജിറ്റബിൾസ് കിട്ടി. അല്ല കോമഡി എന്താ വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദിണ്ടിഗലിൽ പച്ചക്കറി വാങ്ങാൻ വന്നതല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് കണ്ടു ഭയങ്കര നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, വെരി ചീപ്പ് റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നാളെ തന്നെ ഞാൻ തിരിച്ചെത്തുന്നത് കൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. കാറിൽ വെച്ചേക്കാം. ഒരു വഴിക്ക് വന്നതല്ലേ. ഓക്കെ. അയ്യോ ഇതിനെ കൂടെ കൊണ്ടുപോകാം. കൊച്ചു കത്തിരിക്ക.
எல்லாம் விலை கம்மி. ഇത് அது 40 ரூபா தான். அது என்ன ചെറിയ കത്തിരിക്ക പാവക്ക അത് കഴിക്കുവാ ரொம்ப கசக்காது இது. கொஞ்சம் கசக்குவா கொஞ்சம் கசக்கும். இது நாட்டுக்காய். നാട്ടുകായ ഓ നാടൻ കയ്പ്പ് വരും അല്ലേ കഷർപ്പ് இது ரொம்ப கசக்காது. வாசத்தை பாருங்க. അയ്യോ കഷർപ്പ് இந்த வாசம் வந்து உடம்புக்கு நல்லது. ഉടമ്പക്ക് നല്ലത് അതൊക്കെ ശരിയാണ് 20 ரூபாய்க்கு தரட்டுங்களா? ഓക്കെ ഓക്കെ பொரிச்சு பாருங்க. ഓക്കെ പൊരിച്ചെടുക്കാൻ எண்ணெயை ஊத்தி ഓക്കെ பொரிச்சு பாருங்க. 1/2 കിലോ 20 രൂപ ഫുൾ 40 രൂപ இந்த பாவக்காய் கிடைக்க மாட்டேங்குது. ഇത് കിട്ടാൻ പാടാണ് ഇങ്ങനത്തെ ചെറിയ நீட்ட பாவக்காய் கிடைக்குது. കുട്ടത്തിപ്പാവയ്ക്ക அது ഭയങ്കര നാടൻ கூடவே போட்டிருக்கேன். இன்னும் போட்டோவெல்லாம் எடுக்கிறீங்க? ആ சரி சரி. ശരി ശരി வேற எது வேணுங்களா? போதும் ஐயோ பரவாயில்ல, நான் எடுத்து தரேன். இங்கே தரேன். ஐயா தரேன், இது தரேன். அது வேண்டாம். ஓகே வேற எது வேணுங்களா? മതി മതി இது അത് വേണ്ട അത് പീച്ചങ്ങ பீக்கங்காய். പീച്ചങ്ങ இருங்க, சூப்பர் பிஞ்சு. ഓ சூப்பரா இருக்கு. 20 ரூபாய்க்கு தரட்டுங்களா? ഓക്കെ ഇത് എന്നാ ഉണ്ടാക്കാം பீக்கங்காய். പീച്ചങ്ങ എന്നാ ചമയൽ பாசி பருப்பு போட்டு പാശിപ്പരിപ്പിട്ട് ஒரு வெங்காயம் பச்சை மிளகா போட்டு அப்படியே தாளிச்சு விட்டு இதெல்லாம் கொட்டி பருப்பு அடியில போட்டு இந்த காயை அறுத்து அதில் போட்டு அந்த காய் மிதக்கிற அளவுக்கு தண்ணி வச்சா அப்படியே வெந்துடும். കൂട്ട് പോലെയാ கூட்டு மாதிரி சூப்பரா இருக்கும். தேங்காய் போடணும்னா போடலாம். இல்லைன்னா எடுத்துக்கலாம். ഓക്കെ കൂട്ടുണ്ടാക്കാന്നാ മതി ஒரு வெங்காயம் பச்சை மிளகா தான், அவ்வளவுதான். ഓക്കെ അത് 20 രൂപ അല്ലേ ഇത് 20 രൂപ ഓക്കെ ഓ ഇതെല്ലാം കൂടി ഇനി എവിടെ വെക്കും கவர் இருக்காப்பா? വേറെ കവറില്ലേ வேற எது வேணுங்களா? മതി മതി അങ്ങനെ സാരിയൊക്കെ വിട്ടു ഇപ്പോൾ സാരി പർച്ചേസൊക്കെ മതിയാക്കി ഇപ്പോൾ പച്ചക്കറി സെയിൽ ഇപ്പോൾ പച്ചക്കറിയുടെ ഹോൾസെയിൽ വാങ്ങലായി. നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഈ കുമ്പളങ്ങയൊക്കെ ഇരിക്കുന്ന നോക്കി എൻ്റെ പൊന്നോ നൈസ്. ഇതെല്ലാം നല്ല ഒരു ഭയങ്കര ഇത് തടിയങ്ക അവിടെ കുമ്പളങ്ങ നൈസ്. ആഹാ അതാ കുമ്പളങ്ങ കോർണറിൽ. പുതിന വേണ്ട ഇത് കോമഡി സീനാണേ. നമ്മൾ സാധാരണ പർച്ചേസ് എന്ന് പറയുന്ന സാരി ഡ്രസ്സ് ഓർണമെൻറ്റ്സ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യാത്രയിൽ കുറേ പച്ചക്കറി മേടിച്ചു. അങ്ങോട്ട് നടന്നാൽ ഇനി ഞാൻ അറിയാണ്ട് ഒരുപാട് മേടിക്കും. നല്ല രസമുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അതെല്ലാം മേടിക്കാം. അയ്യോ ഭഗവാനേ ഇതാരും വരുന്നത്. അവനിങ്ങനെ നോക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി കൊണ്ട് പോകും. ഇപ്പോൾ എൻ്റെ കപ്പലണ്ടി ഇഷ്ടംപോലെ കപ്പലണ്ടി ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ വാങ്ങിക്കാം. ഇറങ്ങി വന്നപ്പോൾ അവർ പിണങ്ങുന്നു. കാര്യം ഇവരെ കണ്ടിട്ടല്ലേ അങ്ങോട്ട് പോയത്. എന്നിട്ട് എന്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാത്ത അവിടെ നിന്ന് വാങ്ങിച്ചതിനാണ്. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് കത്തിരിക്ക വാങ്ങിക്കാം. കൊച്ചു കത്തിരിക്ക. ഓ യെസ് 1 കിലോ 30 രൂപ. അപ്പോൾ ഇവരെല്ലാം പിണങ്ങും കേട്ടോ. ഇവരോടല്ലേ നേരത്തെ സംസാരിച്ച് പോയേ. ദൈവമേ എൻ്റെ കാറ് മുഴുവൻ ഇനി വെജിറ്റബിൾസ് ആയിരിക്കും. മൂക്കുത്തിയാ? ആ നോക്ക്, അടിപൊളി മൂക്കുത്തി നോക്ക്. ഓ അതാ പറഞ്ഞേ, 2 സൈഡിൽ നല്ല ഗംഭീര മൂക്കുത്തി വെച്ചിരിക്കുന്നു. നോക്കിയേ, വാവ് നൈസ്. അവിടെ കമ്മൽ എല്ലാം ഉണ്ട്. ഇവിടെ 2 മൂക്കുത്തി ഫുൾ നല്ല ഭംഗിയുള്ള മൂക്കുത്തി കണ്ടോ. ഇവിടെ ആയാലും നോക്കി കാതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കാതിൽ എന്നാ പറയുക, ആഹാ അതുപോലെ ഇടും. ഓക്കെ, അവർക്ക് നാളെ വരുന്നത് മൂക്കുത്തി കാതിൽ നല്ല മൂക്കുത്തി കാതിലൊക്കെ കംപ്ലീറ്റ് കവറേജാ. അവിടെ കപ്പലണ്ടിയുടെ ഭാഗത്തും കൊണ്ടൊന്ന് പോയിച്ചാൽ ഞാൻ ബാക്കി സാധനങ്ങൾ കാറിലേക്ക് കൊടുത്തു വിട്ടു. അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, കൊണ്ട് നടക്കാൻ പാടാം. ഇവിടെ കംപ്ലീറ്റ് പശുക്കളുടെയൊക്കെ ചാണകത്തിൻ്റെ കൂടെ മഴ പെയ്ത് അത് ഈ അവസ്ഥയിലായി. ഞാൻ പോരാത്തിനൊരു വൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ദൈവമേ, കപ്പലണ്ടി വറുത്തതല്ല, പച്ച അല്ലേ? പച്ചക്കടല. ഇപ്പൊ സീസണാണോ? അല്ല ആണ്, കടല എപ്പോഴും കാണും. പച്ചക്കപ്പലണ്ടി ഇത് എങ്ങനെയത് നമ്മളിത് പൊട്ടിച്ച് കഴിക്കാനുള്ളതാണ്. പച്ചയ്ക്ക് കഴിക്കാൻ വേണമെങ്കിൽ. യെസ്, പച്ചക്കപ്പലണ്ടി ഭയങ്കര നല്ലതാണ്. അതെ, ഓക്കെ. ഇതെന്നെ വില? ഇത് എങ്ങനെ വില? 60 കിലോ അല്ലേ? ഒരു ഓക്കെ, ഒരു ½ kg തരും. നമ്മൾ ഇനി ഇരുന്ന് രാത്രി ഇരുന്ന് കപ്പലണ്ടി പൊട്ടിച്ച് കഴിച്ചിരിക്കാം. മധുരം പച്ചക്കപ്പലണ്ടി 30 rupees for ½ kg. നല്ല രസമാണ് കേട്ടോ പച്ചക്കപ്പലണ്ടി കഴിക്കാൻ, നല്ല മധുരമാണ്. താങ്ക് യു.
ഈ റോഡ് ഞാൻ നടക്കുകയാണെങ്കിൽ ആ അറ്റം വരെ നടക്കേണ്ടി വരും. ഓക്കെ, അവിടെ കംപ്ലീറ്റ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, ഈ എന്താ പറയുക, ചെറിയ വെള്ളരിക്ക, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഷമാമ്, തണ്ണിമത്തൻ, അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ്. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഉണ്ട് കേട്ടോ, സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ. ഓ, നല്ല ഫ്രഷ് മാങ്ങ പറിച്ചിട്ട് വന്നതാ, അകത്ത് കണ്ടതുപോലെയല്ല. ഇതിപ്പോൾ അതേ മരത്തിൽ നിന്ന് ഇപ്പം പറിച്ചുകൊണ്ട് വന്ന പോലെ ഉണ്ട്. വെരി നൈസ്. ഇപ്പോൾ ഷമാം ആൻഡ് തണ്ണിമത്തൻ. കറയുണ്ടോ? അത്ര പഴുക്കണ്ട. പൊടിക്കാപ്പിയാ? പൊടിക്കാപ്പി എന്നാണ് പറയുന്നത്. ഒരു കുരുണ്ട്, ഞാൻ നോക്കൂ. പൊടിക്കാപ്പി അകത്തുള്ള വൈറ്റാണ് കഴിക്കുന്നത്. ഇങ്ങനെ പൊടിക്കാപ്പി അകത്ത് കുരു മാറ്റിയിട്ട് ചെറിയൊരു കറയും കൂടി ഉണ്ട്. പക്ഷേ രസമുണ്ട്, ഒരു പഞ്ഞി പോലെ. എവ്വളോ വില? 1/4 കിലോ வந்து 60 rupees. 1/4 കിലോയ്ക്ക് 60യാ? അപ്പോൾ കിലോ 240. ഓ, ഇത് എതൊക്കെ നല്ലത്? ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞു. ഓക്കെ, 1/4 കിലോയുടെ പകുതി കിട്ടുമോ? ഇത് അത്ര വേണമെന്നില്ല. പിന്നെ ടേസ്റ്റ് ഒരു ഓക്കെ ഓക്കെ, പക്ഷേ അത് നല്ലതാണെന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർക്ക്. ഇംഗ്ലീഷ് പേര് അറിയുമോ? தெரியாது. BA പഠിച്ചാളാ? ഇതൊക്കെ പൊടിക്കാപ്പി. പൊടിക്കാപ്പി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം കേട്ടോ. പൊടിക്കാപ്പി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിം. 125 ഗ്രാമായിട്ട് വാങ്ങിച്ചു. എന്താ വെച്ചാൽ ഇത് അത്രയും ചിലപ്പോൾ ഉപയോഗം കഴിക്കാൻ സാധ്യതയില്ല. കുറച്ച് കഴിക്കും, അത് കൗതുകം. പക്ഷെ നല്ലതാ, കൊള്ളാം. താങ്ക് യു. അവിടെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ. പുള്ളി കളിയാക്കുന്നത്. ഇംഗ്ലീഷ് പേര് പറഞ്ഞുതരാൻ പറയാണ്. ഇദ്ദേഹം ഗ്രാജുവേറ്റ് ആണ്, എന്നിട്ട് ഇംഗ്ലീഷ് പേര് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. അല്ല, എല്ലാവർക്കും അറിയാൻ പറ്റില്ലല്ലോ അല്ല. ഓക്കെ, ഇംഗ്ലീഷ് പേര് ഫോട്ടോ അടിച്ച് ഗൂഗിളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഒതുങ്ങി പോകണം. കാര്യം ചേറെല്ലാം തെറിപ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുടക്കത്തിൽ തന്നെ പനങ്കിഴങ്ങ്, മറ്റേ മധുരക്കിഴങ്ങെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പനയുടെ കിഴങ്ങ്, പനങ്കിഴങ്ങ്. ഇവിടെ എല്ലാം ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. പശുക്കളെല്ലാം അത് വേസ്റ്റ്, ഈ വെജിറ്റബിൾ വേസ്റ്റെല്ലാം ആൾക്കാർ ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ടോ. കുറേ കരിയില ഉണങ്ങിയത് മേളിൽ നിന്ന് വീണത്, എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ പശുക്കളെല്ലാം കഴിക്കണം. ഈ ക്ഷേത്രം ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിനോവേഷൻ വർക്ക് നടക്കാമെന്നാണ് പറഞ്ഞത്. വളരെ പഴക്കം ചെന്ന ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇനി നമുക്ക് കോട്ടയിലേക്ക് നാളെ വരാം, ഫോർട്ട് കാണാനായിട്ട്. കറങ്ങി മാർക്കറ്റ് ഏരിയ നിന്നെല്ലാം ഇറങ്ങി ഇപ്പോൾ വേറൊരു മാർക്കറ്റ് ഏരിയയിൽ നിൽക്കുന്നു. തിരക്ക് പിടിച്ചൊരു ഏരിയ. ഓക്കെ, ഒരു പാർട്ടി ഇവിടെ പപ്പായ കൊണ്ട് വെച്ചിരിക്കുന്നു. മധുരക്കിഴങ്ങുണ്ട്, ചുണ്ടക്കയുണ്ട്. ഇത് JMS എന്ന് പറഞ്ഞൊരു ജ്യൂസ് കടയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്, സർബത്ത് കട. ഇവിടെ എല്ലാവരും 2 മൂക്കുത്തിയാണ് ഇടുന്നത്. ഈ അമ്മയുടെ എല്ലാം കണ്ടോ, 2 മൂക്കുത്തി. ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. എന്നാ സർബത്ത് കടയ്ക്കും? ഓക്കെ, ഇല്ല ഇപ്പോൾ സർബത്ത് സിറപ്പായിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് പോകും, വേണമെങ്കിൽ ചെയ്യാം. അതിൻ്റെ കൂടെ നാരങ്ങ സർബത്ത്. നൈസ്. എനിക്ക് 2. ആ, വാട്ടർ നമ്മുടെ വെള്ളം, ചേട്ടൻ്റെ സർബത്ത് സിറപ്പ്. വെരി സിമ്പിൾ പരിപാടിയാണ്. ഒരു 10-20 വർഷമായിട്ടുള്ള ഷോപ്പാണിത്. നാരങ്ങ നീര്, ഇത് വലിയ നാരങ്ങയാണ്, അത് കാരണം കുറച്ച് ഐസ്. യാ, നമ്മുടെ വെള്ളം. ഓക്കെ, താങ്ക് യു. അടിപൊളി. ഇദ്ദേഹത്തിൻ്റെ സിറപ്പ് സൂപ്പറാണ്. മിക്സ്. എത്ര പേര് വരുന്നു എന്നറിയാമോ? 10 രൂപയല്ലേ ഇതാ? 10 രൂപ? 5 rupees. Only 5? Only 5. വെറും 5 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം തന്നെ നാരങ്ങയ്ക്ക് നല്ല വിലയല്ലേ? ഓക്കെ, 5 രൂപ സർബത്ത്. ഓൾ ഇന്ത്യ 5 rupees സർബത്ത്. ഈ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് JMS. ദിണ്ടിഗലിൽ വരണം.
இல்லைங்க, ஆல் இந்தியாவில் 5 ரூபாய்க்கு யாராவது கொடுத்தாங்கன்னா நீங்கள் என்ன சொன்னீங்களோ கட்டுப்படுறீங்க. உங்களுக்கு நான் சரண்டர். പുള്ളി ബെറ്റ് വയ്ക്കുന്നത് ഓൾ ഇന്ത്യയിൽ. ഇന്ത്യയിൽ എവിടെയെങ്കിലും 5 രൂപയ്ക്ക് സർവത്ത് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് ബെറ്റ് സറണ്ടർ ആവും. അടിപൊളി. ഞാൻ ഒരെണ്ണം കൂടി കുടിക്കാൻ പോകുന്നു. സെക്കൻഡ് വൺ. രണ്ടും കൂടെ ചേർക്കുമ്പോൾ 10 രൂപയാവും. വെരി ലൈറ്റ്. ഈ ചൂടത്ത് ഏറ്റവും മിക്ക കച്ചവടം ട്രിവാൻഡ്രം, തിരുവനന്തപുരം, കേരള ട്രിവാൻഡ്രം. കൊള്ളാം കേട്ടോ. ആ റിഫ്രഷിങ്. വേണമെങ്കിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ട് പോവാം. സിറപ്പ് അത്ര നല്ലത്. കട മറക്കണ്ട. JMS. ഈ സ്ട്രീറ്റ് നെയിം എന്ന് മെയിൻ റോഡ് ദിണ്ടിഗൽ. മെയിൻ റോഡ് ദിണ്ടിഗൽ. JMS. 5 രൂപ സർബത്ത് കട. 1 കഴിക്കാൻ വന്ന ആൾ 2 കഴിക്കും. ഇത് 4th ജനറേഷൻ ഷോപ്പാണ്. JMS. 5 രൂപ മാത്രം. അദ്ദേഹത്തിൻ്റെ 4 ജനറേഷൻ ബാക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 105 വർഷത്തിൽ കൂടുതൽ പഴക്കം ഈ ഷോപ്പിന്. JMS. നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. വേണമാ സർബത്ത്? വേണ്ട. ഐസ് ഇല്ലാതെ വാങ്ങിയിട്ട്. ഐസ് ഇല്ലാതെ തരട്ടുമാ? ഐസ് ഇല്ലാതെ, ഐസ് പോടാതെ. പിടിക്കിട്ടോ? ഐസ് ഇടാതെ അമ്മയ്ക്കും കൂടെ മേടിച്ചു കൊടുക്കാം. കാര്യം അവർക്ക് വേണമെന്ന് വലിയ നിർബന്ധമില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം. പ്രായമുള്ള ലേഡി ആയതുകൊണ്ട് ഐസ് വേണ്ടെന്ന് എനിക്ക് തോന്നി. ഐസ് ഐസ് ചാപ്പിടുമാ? ഓക്കെ, അത് കൊടുത്തിട്ട്. ഓക്കെ, താങ്ക് യു. പൈസ അവിടെ വെച്ചേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. ഇവിടെ മറക്കണ്ട കേട്ടോ, JMS 4th ജനറേഷൻ്റെ ഷോപ്പാണ്. ഈ ഒരു മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഇത് ദിണ്ടിഗൽ മെയിൻ റോഡ്. ഇങ്ങോട്ട് ഗ്യാസ് എല്ലാ ബിൽഡിങ്ങൊക്കെ നോക്കി എത്ര പഴക്കം ചെന്ന ബിൽഡിങ്ങാന്ന് നോക്കി. ഇവിടെ വളരെ പൗരാണികമായ ഏതോ കാലഘട്ടത്തിൽ ഏത് സെഞ്ചുറി ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പൂക്കളൊക്കെ വെച്ചിരിക്കാൻ നോക്കിയാൽ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മല്ലികപ്പൂ, മുല്ലപ്പൂ എല്ലാം കിട്ടും. ഞാൻ നടന്നത് ഇവിടെയൊക്കെ പൂക്കൾ നല്ല രസമല്ലേ. ജമൻ, കനകാമ്പരം വരെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സാരി അല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫോർട്ട് കാണാം, ദിണ്ടിഗൽ. എത്ര ചരിത്രമാണ് ഇവിടെ എന്ന് അറിയാമോ. ഈ റോഡ്സിലൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്കിങ്ങനെ ആ ഒരു പഴയകാല സ്മൃതികളാണ്. ഇവിടെ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ. മുരിങ്ങ ഇല വരെ ഉണ്ട്. മുരിങ്ങ ഇല, പല ടൈപ്പ് ഓഫ് ചീര, വാഴപ്പിണ്ടി, വാഴക്കുമ്പ് എല്ലാം ഫ്രഷ്. ഇതെല്ലാം ഭയങ്കര ഹെൽത്തി സാധനങ്ങളാണ്. പിന്നെ അഗസ്തി ഇല, അഗസ്തിപ്പൂവൊക്കെ കിട്ടില്ലേ, അഗസ്തിക്കീര എന്ന് പറയും. പല ടൈപ്പ് ഓഫ് ചീരാസ്. ഇത് ഈവനിങ് മാർക്കറ്റാണ് കണ്ടോ. നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച മാർക്കറ്റ്, ഒരു സ്ട്രീറ്റ്. ഇതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ദിണ്ടിഗൽ. ഇടയ്ക്കിടയ്ക്ക് ടെമ്പിൾസ് കാണാം നമുക്ക്, അല്ലാണ്ട് കടകൾ കാണാം. ഏതോ ക്ഷേത്രങ്ങളുടെ ഒക്കെ ഫ്രണ്ടിലെല്ലാം പൂക്കളൊക്കെ വിൽക്കാനുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. പൂജയുടെ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് 2 സൈഡിലും. അതിങ്ങനെ പിന്നെ അല്ലാണ്ട് വേറെ ഷോപ്പിംഗ് മോൾസ് കാണാം. വലിയ തിരക്ക് പിടിച്ച ട്രാഫിക് ബ്ലോക്കാണ് എല്ലാ സ്ഥലത്തും. ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാലേ ഒരു സ്ഥലത്തും കാറ് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ഓട്ടോ ഒന്നും ഇതുവരെ പിടിച്ചില്ല. തൽക്കാലം ഇങ്ങനെ കറങ്ങി നടക്കുക കാറിൽ തന്നെ. ഒരു പാലത്തിൻ്റെ സൈഡിൽ കൊണ്ട് അത്യാവശ്യം നിർത്തി. ഇനി അടുത്തൊരു കട ഇച്ചിരി നടന്നാൽ മതി. ഒരു ജിലേബി കൃഷ്ണയ്യർ മിഠായി കട എന്നാണ് പറയുന്നത്. അതും വളരെ ഫേമസ് പഴയ ഒരു സ്വീറ്റ് ഷോപ്പാണ്. ജിലേബി കൃഷ്ണയ്യർ എന്ന കടയുടെ പേര് ആലോചിച്ചു. ദാറ്റ് മീൻസ് ജിലേബിയാണ് അവിടുത്തെ ഏറ്റവും ഫേമസ്. പിന്നെ പാൽ ഹൽവ അങ്ങനെയൊക്കെ ഉണ്ട്, മിൽക്ക് ഹൽവ. ഇവിടെയാണ് ഷോപ്പ്. ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയൊരു പിക്ചറൊക്കെ ഉണ്ട്. സാന്തായി റോഡ് എന്നാണ് ആ റോഡിന് പേര്. പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ മെയിൻ ഹൈവേ റോഡ് തന്നെയാണ് കേട്ടോ. നേരെ പോയാൽ മധുര ഇവിടെ നിന്ന് 65 കിലോമീറ്റർ, തേനി 82 കിലോമീറ്റർ, ഇങ്ങനെ ബോർഡൊക്കെ വെച്ചു. ഞാൻ തിരക്ക് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ കുറയില്ല കേട്ടോ, വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ആൾക്കാരെ. എത്ര വർഷം? 1936.
ഓക്കെ. അപ്പോൾ തേർഡ് ജനറേഷനാ ഇത്? ഫോർത്ത് ജനറേഷൻ. 1936 ഓൺവേർഡ്സ്. ഓക്കെ. 1936 മുതലുള്ള ഷോപ്പാണ്. ഫോർത്ത് ജനറേഷൻ റണ്ണിങ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ജിലേബിയാണ്. ജിലേബി തന്നെയാണ്. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? അല്ല, ഏറ്റവും കൂടുതൽ മൂവിങ് ആൾക്കാർ വാങ്ങുന്നത് സേവറിയും എല്ലാം വാങ്ങും അല്ലേ? ഗീ പിന്നെ മിക്സ്ചർ ഉണ്ടോ? ഗീ മിക്സ്ചർ, അങ്ങനത്തെ മിക്സ്ചർ. അതിന്റെ കോംബോ എന്താണ്? കോമ്പിനേഷൻ കൊടുക്കോ? അങ്ങനെയില്ല. ജിലേബി വിത്ത് മിക്സ്ചറാ? ഓ ഓക്കെ. ജിലേബി ഇവിടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ്ചർ കിട്ടും, അതിൻ്റെ കൂടെ ജിലേബി. അതൊരു കോമ്പിനേഷനാണ്. അതെ, ഭയങ്കര മൂവിങ്ങാണ് കേട്ടോ മിക്സ്ചർ ഇവിടെ. ഇവിടുത്തെ മിക്സ്ചർ സ്പെഷ്യലാണ്. ഓ, ദിസ് ഇസ് ദ ജിലേബി. ജിലേബി ഗീല അല്ല? ഓക്കെ. എല്ലാത്തിലും സ്മോൾ എമൗണ്ട് ഓഫ് ഗീ വരുന്നുണ്ട്. ഇതാണ് കോമ്പിനേഷൻ. നോക്കിക്കോളോ. ഓ, ബിസ്ക്കറ്റ്. ഇത് ബിസ്ക്കറ്റ് മിക്സ്ചറാ? ഓ, ബിസ്ക്കറ്റ് മിക്സ്ചർ. ഓക്കെ ഓക്കെ. ഇത് അതാ, വാവ്, ഇങ്ങനെ ഊസി. വാവ്, നൈസ്. അടിപൊളി. നല്ല മധുരമായതുകൊണ്ട് കുറച്ച് അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് മിക്സ്ചർ കഴിയാം. ഒരു സേവറി. then again ജിലേബി. ഒരു രക്ഷയില്ല, സോഫ്റ്റ്, അടിപൊളി. ജിലേബിയുടെ വില എന്ന് പറഞ്ഞാൽ 1 പീസ് 16 rupees. സോ രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അങ്ങനെ സോക്ക് ചെയ്തിരിക്കുകയാണ് ഷുഗർ സിറപ്പ്. മിക്സറൊക്കെ മേടിച്ചിട്ട് പോകാം, നമുക്കിതെല്ലാം മേടിച്ചിട്ട് പോകാം. ഇതെല്ലാം ഒരേപോലത്തെ മിക്സറാ? ഇതാണോ ഇവിടുത്തെ ഏറ്റവും മൂവിങ് മിക്സർ അല്ലേ? സോ തിന്നായിട്ടുള്ള അല്ലേ? ചെറിയ ഖനം കുറഞ്ഞ ഇല പക്കോട. ഇല പക്കോട എന്ന് പറഞ്ഞാൽ അത്രയും ഖനം കുറവാണത് പക്കോടാസ്. ഇത് ഇവിടുത്തെ മിനി ജിലേബി. ഇത് പീസ് വിലയാ അതോ വെയിറ്റ് ആണ്? കിലോയ്ക്ക് 320. ഒരു 250 എടുക്കും. 250. വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കും. നോക്കി, മിനി ജിലേബീസ്. മിക്സ്ചർ വേണം, ഇതും വേണം. ഇവിടെ വേറെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. മിൽക്ക് ഹൽവ ഉണ്ട്, പിന്നെ സാധാരണ ഹൽവയുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങി വീട്ടിലേക്കുള്ള ഷോപ്പിംഗ്. മതി. ഇതല്ലല്ലോ തിരുനെൽവേലി അല്ലല്ലോ? അല്ല, ചെറിയ പീസ് സ്മോൾ പീസ്. അതിനെക്കാട്ടിലും കുറച്ച് മതി. ബീച്ച് ഹൽവ. അത് വേറെ ബീച്ച് ഹൽവ. നോക്കട്ടെ. നൈസ്. മധുരമെല്ലാം കൂടെ കഴിച്ച് ഞാൻ ഷുഗർ റഷ്. പെപ്പർ കാരാബൂന്തി. പെപ്പർ വെച്ചിട്ടുള്ള കാരാബൂന്തി. ആ മധുരത്തിൻ്റെ ബ്രേക്കാൻ തന്ന കേട്ടോ. പൈസ കൊടുത്തിട്ട് പോവാം. 4ാമത്തെ ജനറേഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ. അതായത് അച്ഛൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച സംരംഭം. 4th ജനറേഷൻ. 1936 മറ്റോ ആണ് തുടങ്ങിയത്. ഇപ്പോൾ 2025 നിൽക്കുന്നു. ദാറ്റ് ഇസ് ടു മച്ച് നോ. അപ്പോൾ കാറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണേ. ഇതൊരു തിരക്ക് പിടിച്ച നഗരം. വൃത്തിക്കുറവ് എല്ലാ ഭാഗത്തും ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഭയങ്കര ഹെറിറ്റേജ് നഗരമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു നഗരം. ദിണ്ടിഗൽ വാസ് ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ 1st century മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും മുന്നേ ഉണ്ട്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്ലേസാണിത്. കാലാകാലങ്ങളിലൂടെ രാജാക്കന്മാരുടെ കാലത്തും പല രാജാക്കന്മാരുടെ കൈകളിലൂടെ, പിന്നെന്താ പറയുക, മൈസൂർ രാജാക്കന്മാർ, ടിപ്പു സുൽത്താൻ, ഹൈദരാലി ടിപ്പു സുൽത്താൻ, പിന്നെ ബ്രിട്ടീഷുകാർ, അങ്ങനെ മാറി വന്ന ഭരണാധികാരികൾ. വേറൊരു ലോകം. ഇവിടെ ഇപ്പോൾ കുറേ മനുഷ്യർ ജീവിക്കുന്നു. ഒരു തിരക്ക് പിടിച്ച സ്ഥലം. ഇതൊരു സെൻറ്റർ പോയിൻ്റാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് പ്രധാനമായിട്ട് കൊടൈക്കനാലും പളനി. ഇതെല്ലാം ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റാണ്. ഓക്കെ, കാറിൻ്റെ അടുത്ത് എത്തി.
അടുത്ത ഫുഡ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. സന്നാർപട്ടി SKR മുട്ടപ്പായക്കട. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണെന്ന് നമുക്ക് പറയാം, പക്ഷെ ഒരു ഷോപ്പ് പോലെ റോഡിൽ നിന്നാണ് കഴിക്കേണ്ടത്. നിറയെ ആൾക്കാർ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒണിയൻ പക്കോടാസ് വറുത്തോണ്ട് വയ്ക്കണോ, പിന്നെ ഒരു സൂപ്പ് പോലെ ഒരു കാര്യം ഉണ്ടാവും. പായ, മുട്ടപ്പായക്കട. ഇത് സവാള പക്കോടാസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ കുറേ സ്നാക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? എന്നാ കിടക്കും? egg paya, chicken soup, എഗ് പായ, ചിക്കൻ സൂപ്പ്, മട്ടൺ സൂപ്പ്, and chicken paya soup. ചിക്കൻ പായ, And samosa with veg samosa, chicken samosa. ചിക്കൻ സമോസ, വെജ് സമോസ, ബോണ്ട. ഇത് എഗ്ഗാ? This എഗ് ബോണ്ട, എഗ് ബോണ്ട, ചിക്കൻ സമോസ, വെജ് സമോസ, മട്ടൺ സൂപ്പ്, ചിക്കൻ സൂപ്പ്, എഗ് പായ, എല്ലാ കാര്യങ്ങളും. പക്കോറാസ്, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ. മട്ടൺ സൂപ്പ് വേണം, പിന്നെ പായ, എഗ് പായ. mutton soup only empty pieces are available. പായ, Paya okay. Okay. Where? മുട്ടപ്പായ. ഓക്കെ, എന്നാ വില? 60. 60. മുട്ടപ്പായ എടുക്കാം. മുട്ടപ്പായ ഓക്കെ. മട്ടൺ സൂപ്പും ചിക്കൻ സൂപ്പും കിട്ടും, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്ത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം കഴിക്കാം. നല്ല തിരക്കാട്ടോ ഇവിടെ. എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ അറിയാം. അത് ടോക്കൺ എടുക്കാം. ഇത് മതി അല്ലേ? ഓക്കെ, താങ്ക് യു. പാക്ക് ഇത് പാർസൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതാണ് ചാപ്പിടാനാണോ എന്ന് ചോദിച്ചു. മുട്ടപ്പായ, ഇതാണ് മുട്ടപ്പായ. ഇതിൽ മുട്ടയുണ്ടോ? ഓ, മുട്ട ഇരിക്കേ, ഉള്ള ഇരിക്കേ. ഓക്കെ, ഇതൊരു സൂപ്പ്. ഇത് സൂപ്പാ? പായ. ഓ, വെജ് ഒരു സൂപ്പ്, ഒരു ഓണിയൻ പക്കോട, ഉള്ളി ആൻഡ് പുഴുങ്ങി ബോയിൽഡ് എഗ്ഗാ? ഓ, പക്കോറാസ് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, മുട്ട ഇതിനകത്തുണ്ട് കേട്ടോ, പീസ് ചെയ്തിട്ടിട്ടുണ്ട്. അതേ നോക്കേ, കുറച്ച് മാറി നിൽക്കാം, തിരക്ക്. ഇവിടെ നമുക്കും റോഡിൽ നിന്ന് കഴിക്കാം ഫോർ എ ചേഞ്ച്. എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ബോയിൽഡ് എഗ്. വെജ് തന്നെ കേട്ടോ, നല്ല സൂപ്പൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ എഗ് പീസ്, മുട്ട ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നുണ്ടോ? പിന്നെ ഇത് ഉള്ളി പക്കോറാസ് ഉണ്ട്, പിന്നെന്താ ഉള്ളി അല്ലാതെ സവാളയുണ്ട്, മുട്ട, എഗ്ഗിൻ്റെ യോക്ക്, ഒരു പായ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇതെല്ലാം. ഇത് നല്ല ടേസ്റ്റ്, ചൂട് ഗ്രീൻ പീസൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. പായല്ല, ഗ്രീൻ പീസ് അല്ല, സോറി, കടല പോലെ, സ്മോൾ കടലാസ്, കടല പീസ്. ഓക്കെ, അതുണ്ട്. മുട്ട പീസ്, പെപ്പറുണ്ട്, പക്കോറാസ്, സംതിങ് ഡിഫറെൻറ്റ്. ഭയങ്കര മൂവിങ്ങാണ് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. 60 രൂപയേ ഉള്ളൂ. ഭയങ്കര ഫില്ലിങ്ങുമാണ്. നമുക്ക് കടയുടെ പേര് ഞാൻ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് പറയാൻ സൗകര്യത്തിന്. എല്ലാം തമിഴിലല്ലേ വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷ്. സന്നാർപട്ടി SKR മുട്ടപ്പായക്കട, അതാണ് സ്ഥലം. ഓക്കെ, ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ, എല്ലാ സ്ഥലത്തിൻ്റെയും പേര് ഗൂഗിൾ ചെയ്താൽ മതി. പരിപ്പ് വട പോലെ ഇതൊരു പക്കോറയുടെ പീസാണ്, അതിനെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ മുട്ടപ്പായ എല്ലാം കഴിച്ച് ഇന്നത്തെ വൈകുന്നേരം സമാപിപ്പിക്കാന്ന് വെച്ചാൽ പറ്റില്ല. ഞാനിവിടെ ജസ്റ്റ് 3 ദിവസത്തേക്കാണ് വന്നത് ദിണ്ടിഗൽ കറങ്ങി നടക്കാൻ, ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ഭക്ഷണ കാഴ്ചകൾ. അപ്പോൾ രാത്രി 2 റെസ്റ്റോറൻറ്റ്സിൽ പോകാനുള്ള പ്ലാനാണ്, 2 സ്ഥലത്ത്. ഇനി തിരിച്ച് റൂമിലേക്ക് പോയിട്ട് കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മൾ റോഡിലേക്ക് തന്നെ ഇറങ്ങും. രാത്രി വിശേഷങ്ങളാണ് ഇത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടല്ലോ, വെറൈറ്റീസ്. എന്ത് തിരക്കാണ്, രാത്രി വൈകുന്നേരം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി തിരിച്ചു പോകുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ